ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നോ ഡൗട്ട് അന്ന് തന്നെ തന്റെ അറസ്റ്റ് ഉണ്ടാവും. പുതിയ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നത് തന്നെ അപകടമാണ്. നോ കോൾസ്, നോ മീറ്റിംഗ്. എന്നാ ഞാൻ വരട്ടെ. താൻ പിന്നിലെന്ന് മാറിയതുകൊണ്ട് ഞാൻ തോറ്റു കൊടുക്കുമെന്ന് കരുതണ്ട. ചന്ദ്രശേഖരൻ തീരുമാനിച്ചുറപ്പിച്ചതൊക്കെ അതേപോലെ തന്നെ നടക്കും. ആരതി വർമ്മയല്ല, ആര് തടസ്സം നിന്നാലും. നിങ്ങളൊരു യാത്ര പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് നീ എന്തെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമെന്ന. ഈ നാട്ടിൽ എവിടെ ചുറ്റിക്കറങ്ങാനാ? ട്രിപ്പൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം മുത്തശ്ശി. ഇപ്പോ ഞങ്ങളൊന്ന് വെറുതെ പുറത്തു പോയി കറങ്ങിട്ട് വരാം. മോളെ രാധികെ, മുത്തശ്ശി അനുഭവത്തിന്ന് പറയുക, കല്യാണം കഴിഞ്ഞു കുറച്ചു നാളുകൾക്കുള്ളില് ഭർത്താക്കന്മാര് ഭാര്യമാരോട് ഒരുപാട് സ്ഥലങ്ങൾ പറയും. അവിടെയൊക്കെ പോണ്ടേന്ന് ചോദിക്കും. അപ്പൊ ഭാര്യമാരെന്താ ചെയ്യാ? അപ്പോ വേണ്ടെന്ന് പറയും. പറയരുത്. അങ്ങനെ പറഞ്ഞവരൊന്നും പിന്നെ പുറം ലോകം കണ്ടിട്ടേയില്ല. അതുകൊണ്ട് വരുണ ഏതെങ്കിലും ഒരു ട്രിപ്പിന്റെ കാര്യം പറഞ്ഞ പെട്ടെന്ന് പോയി ഉള്ള സാധനങ്ങൾ പെട്ടിയിൽ എടുത്തു വെച്ച് റെഡി ആയിക്കൊള്ളണം. അല്ല, മുത്തശ്ശൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് മുത്തശ്ശിയെ പറ്റിച്ചിട്ടുണ്ടോ? ഒരു തവണയൊന്നുമല്ല. അന്നത്തെ കാലത്ത് പിന്നെ കാരണവന്മാരുടെ മുമ്പിൽ വെച്ച് പെണ്ണുങ്ങൾ അധികം ഒന്നും മിണ്ടില്ല. ചോദിക്കുന്ന ചോദ്യത്തിന് പോകാമെന്ന് പറഞ്ഞാല് കുഴപ്പം പിടിച്ച പെണ്ണ് എന്നാ ബാക്കിയുള്ളവര് കരുതുക. അതുകൊണ്ട് തലയും കുനിച്ച് മിണ്ടാതെ നിൽക്കും. അത് തന്നെ സൗകര്യമെന്ന് കരുതി പറ്റിക്കുകയും ചെയ്യും. അല്ല മുത്തശ്ശി, അല്ല ഈ കാരണവന്മാരുടെ മുന്നിൽ വെച്ച് അധികം സംസാരിക്കില്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരും മാത്രമാകുന്ന സമയത്ത് മുത്തശ്ശിക്ക് സംസാരിക്കാമല്ലോ. നീ ഏത് കാലത്തെ കുറിച്ചാടാ പറയുന്നേ? ദേ, ഇപ്പൊ രാധിക നിന്റെ അടുത്ത് നിക്കുന്നില്ലേ? മുത്തശ്ശൻ ജീവിച്ചിരുന്നപ്പോഴേ എനിക്കിങ്ങനെ അടുത്ത് നിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭാര്യയും ഭർത്താവും തമ്മില് കുറച്ചു നേരം ഒന്ന് മിണ്ടിയും പറഞ്ഞ് ഇരിക്കുന്നത് തന്നെ കഷ്ടപ്പെട്ട് ഒളിച്ചും പാത്തും പതുങ്ങിയ. അവിടുന്നൊക്കെ ഒരുപാട് പെണ്ണുങ്ങൾ മുൻപോട്ട് വന്നിട്ടുണ്ട്. പിന്നല്ലാതെ ഇപ്പോ കാര്യങ്ങളെല്ലാം പെണ്ണുങ്ങളുടെ കയ്യിലല്ലേ. ഇപ്പൊ പിന്നെ ആണുങ്ങളാ മിണ്ടാതെ ഒതുങ്ങി പിടിച്ച് നടക്കുന്നത്. നീ പേടിക്കണ്ടടാ, രാധിക മോള് നിന്നെ മിണ്ടാനൊക്കെ സമ്മതിച്ചോളൂ. ഞാനൊന്നും തടയുന്നില്ല മുത്തശ്ശി. മുത്തശ്ശി, പെണ്ണുങ്ങള് പഴയ കാലത്ത് നിന്ന് ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇതിനെ എങ്ങോട്ടും മുന്നോട്ട് കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. കുറച്ച് ജോലിയൊക്കെ എടുക്കേണ്ടി വരും. അതൊക്കെ എന്റെ മോള് റെഡി ആയിക്കൊള്ളും. മുത്തശ്ശി വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? അതെന്തിനാ ഞാൻ വരുന്നേ? അല്ല, ഞങ്ങള് കാഴ്ച കാണാൻ പോവല്ലേ, അപ്പൊ മുത്തശ്ശിക്കും കാണാലോ. മണ്ടത്തരം പറയാതെടി പെണ്ണെ. ഇവൻ നിന്നെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതേ പ്രേമിക്കാനാ. കണ്ടോ അവന്റെ ചിരി കണ്ടോ? ഇതാണ് എന്റെ മുത്തശ്ശിയുടെ ക്വാളിറ്റി. ഇപ്പൊ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാ ഒരു പഴയ ആളാണെന്ന് തോന്നുവോ? ഇങ്ങനെയാണ് കാലത്തിനനുസരിച്ച് മനുഷ്യന്മാർ മാറണമെന്ന് പറയുന്നത്. മതി മതി. ഇവള് നിന്റെ സ്വന്തമാവുന്നതിന് മുമ്പേ കുറച്ചൊന്നും അല്ല നീ എന്റെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത്. ഇനി ഇപ്പൊ രണ്ടുപേരും കിട്ടുന്ന സമയം മുഴുവൻ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചങ്ങ് നടന്നോണം. എന്താ കൽപ്പന, ഒരു ക്ഷീണം പോലെ? ഇപ്പൊ നിനക്ക് ചൊറിച്ചിലുണ്ടോ? ചെറിയമ്മ ഇവിടെ ഉണ്ടായ നന്നായി. വേറെ ആരും
എന്തായിന്നൊരു ചോദ്യം പോലും ചോദിച്ചില്ല. അതെങ്ങനെയാ? നമ്മൾ നശിച്ചു കാണാനല്ലേ എല്ലാവരുടെ ആഗ്രഹം. എവിടെ ഉണ്ട് മണവാളനും മണവാട്ടിയും? ഓ, അവരെ പുറത്തു പോകാൻ നിൽക്കുവാ. എന്തിന്? ഓ, പ്രോഗ്രാം പ്ലാൻ ചെയ്യാനായിട്ട് അവരുണ്ടല്ലോ, നമ്മുടെ മുത്തശ്ശി ജയഭാരതി. ജയഭാരതി അവരുടെ പ്രായം നോക്കിട്ടാ ഞാനൊന്നും ചെയ്യാത്തത്. അവരൊറ്റൊരുത്തിയ ഈ വരുണ്ണെ രാധി ഇങ്ങനെ ആക്കിയത്. എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാലേ കൊടുക്കുന്നുണ്ട് ഞാൻ. കൽപ്പന, അവര് രണ്ടാളും കൂടി പോകുന്നത് കൽപ്പനയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഓ, എനിക്ക് സഹിക്കാതിരുന്നിട്ട് എന്താ കാര്യം? എങ്കിലേ ഈ യാത്ര നമുക്കൊന്ന് തടഞ്ഞാലോ? എങ്ങനെ? മാർഗമുണ്ട്. നമുക്ക് സുഖമില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും പറഞ്ഞ് നമ്മൾ ആ വണ്ടി കയറിയിരിക്കുന്നു. അത് പിന്നെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഹോസ്പിറ്റലിൽ വരുമ്പോ ഇറങ്ങണ്ടേ? ഒരിടത്ത് കയറി പറ്റിക്കഴിഞ്ഞാ അവിടുന്ന് പിന്നെ ഇറങ്ങാതിരിക്കാനുള്ള സൂത്രം നിനക്കറിയില്ലേ? അപ്പോ മൊത്തത്തില് നമ്മൾ അവരുടെ ആദ്യത്തെ ട്രിപ്പ് അങ്ങ് കുളമാക്കി കൈ കൊടുക്കുന്നു. അല്ല പിന്നെ. അതെ, നമ്മളിങ്ങനെ ചൊറിച്ചിലും ചൊറിഞ്ഞും മനസ്സും വേദനിച്ചിരിക്കുമ്പോ രണ്ടാളും അങ്ങനെ ഉലകം ചുറ്റണ്ട. കൽപ്പന പോയി പെട്ടെന്ന് റെഡിയാവും. അവരിറങ്ങുന്നതിന് മുമ്പ് നമുക്ക് പോയി വണ്ടിയിരിക്കണം. ആ, അവിടെയും വരും മുത്തശ്ശിയുടെ തടസ്സം. അങ്ങനെയാണെങ്കിൽ അപ്പൊ ആ തുറുപ്പ് ചീട്ട് നമുക്ക് പ്രയോഗിക്കാം. രാധികയുടെ കാല് പിടുത്തം. കണിമംഗലത്തെ വണ്ടിയിൽ ഞാനും നീ കേറാൻ പാടില്ലെന്ന് അവൾ എന്തായാലും പറയില്ലല്ലോ. ആ, ഈ അടുത്ത കാലത്തായിട്ട് ചെറിയമ്മയുടെ ബുദ്ധി ഒന്ന് വളർന്നോന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ ചന്ദ്രൻ ഇപ്പോഴും പറയുന്നതേ ഞാൻ മണ്ടിയാണെന്നാ. അല്ല, ചില നേരത്തെ ബുദ്ധി തോന്നത്തുള്ളൂ, അല്ലെങ്കിൽ നല്ല മണ്ടത്തര. ഓ, നീ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ, അല്ലെങ്കിൽ അവരിറങ്ങും. മോനെ, രാധിക മോള് എവിടെടാ? ഒന്നിച്ചല്ലേ നിങ്ങൾ പോന്നേ? അതെ, അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അവള് റെഡി ആയതാണല്ലോ. ആണ്. അതെ, ഈ പറയുന്ന രാധിക മോള് ഒരു പെണ്ണ് തന്നെയാണല്ലോ. അപ്പൊ ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വരാനേ കുറച്ച് സമയം എടുക്കും. ഇനിയിപ്പൊ ഇത്തിരി ഒരുങ്ങിയാലും കുഴപ്പമൊന്നുമില്ലടാ. അങ്ങനെ ചന്തം ചാർത്തലൊന്നും ഇല്ലായിരുന്ന പെണ്ണല്ലേ അവള്.